അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, ഞാൻ നിഷാദ് വഴിമുക്ക്, നിലവിൽ റിയാദിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം വഴിമുക്ക്. ആ പ്രദേശത്ത് 140 ദിവസമായി ജമാഅത്തും പൗരസമിതി നാട്ടുകാരൊക്കെ ഒരുമയോടെ നിന്നുകൊണ്ട് പ്രക്ഷോഭത്തിലാണ്, പ്രതിഷേധത്തിലാണ്, സമരത്തിലാണ്. അനധികൃതമായ ലൈസൻസ് കയ്യിലാക്കി ബാറിന് പ്രവർത്തനം ആരംഭിച്ച മുതൽ അവിടെ പ്രക്ഷോഭത്തിലാണ്. അവർ സമരസമിതിയിലെയും ജമാഅത്തിലെയും നാട്ടുകാരും പറയുന്നത്, ബാറിൽ വന്ന് കുടിച്ചിട്ട് ബാറിൽ വന്ന് പോകുന്ന ആളുകൾ അയൽവാസികളായ വീട്ടുകാർക്ക് ഭീഷണിയാണ്. മദ്രസയിൽ പോകുന്ന, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. ഇവർ സ്വയബോധമില്ലാതെ മദ്യപിച്ചുകൊണ്ട് വഴിയിൽ മൂത്രമൊടിക്കുക, അതിൻ്റെയൊക്കെ വീഡിയോസും വെറുതെ പറയുന്നതല്ല കേട്ടോ, അതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും നിരന്തരം അവർ ഷെയർ ചെയ്യുകയും പരാതികൾ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗുണ്ടകളുടെ ആക്രമണങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഇന്നലെ നടന്ന സംഭവം 24/1 ജനുവരിയിലാണേ. ഇന്നലെ നടന്ന സംഭവം, മദ്യപിച്ച് ലക്ക് കെട്ട ഒരാൾ, ഈ ബാറും നമ്മുടെ വഴിമുക്ക് ജുമാ മസ്ജിദും വളരെ അടുത്താണ് ഇരിക്കുന്നത്. അസർ നമസ്കാരത്തിന് ബാങ്കിട്ടതിന് ശേഷം ഇയാൾ പള്ളിക്കകത്തുണ്ടായിരുന്നു, പള്ളിയുടെ നിസ്കരിക്കുന്ന പുറംഭാഗത്തുണ്ടായിരുന്നു. ആളുകൾ നമസ്കരിക്കാൻ വരുന്ന സമയത്ത് തുണിയില്ലാതെ ഒരാൾ കിടപ്പുണ്ട്. അങ്ങനെ ബോധം കെട്ടാരും കിടക്കില്ല അവിടെ. നോക്കിയപ്പോൾ മദ്യപിച്ച് അവിടെ മൂത്രമൊടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അയാളെ പിടികൂടുകയും പോലീസിൽ അറിയിക്കുകയും അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ വീഡിയോ, അയാൾ മാപ്പാക്കണം, ഞാൻ അറിയാതെ വന്നതാണ്. എന്നാൽ ചോദ്യത്തിന് കുറേ ആളുകൾ ചോദിച്ചു, നിന്നെ ആരാണ് പറഞ്ഞു വിട്ടത്, എന്തിനാണ് ഇവിടെ വന്നത്, ലക്ക് കെട്ട് ഇവിടെ കയറി കിടക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ബാറുടമ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. അയാൾ പറഞ്ഞതാണ്, ഞാൻ പറയുന്നതല്ല. എന്തിനാണ് ബാറുടമ പറഞ്ഞു വിട്ടത്, എന്തെങ്കിലും സംഘർഷം ഉണ്ടാക്കാനാണോ, എന്തിനാണെന്ന് ഒരു പിടിയില്ല. എന്തായാലും നാട്ടിൽ സമാധാന അന്തരീക്ഷം തകർക്കുക മാത്രമല്ല, വർഗീയ കലാപം വരെ പുറപ്പെടുവിക്കാനുള്ള പണവും സന്നാഹവുമായിട്ടാണ് ജോൺസൺ എന്ന് പറയുന്ന വഴിമുക്ക് ബാറുടമയുടെ ശ്രമം. അയാൾക്ക് എങ്ങനെ ഈ ധൈര്യം വന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. അയാൾക്ക് നാട്ടുകാരിൽ നിന്നാണോ അതോ സർക്കാരിൽ നിന്നാണോ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നാണോ എങ്ങനെയാണ് ഈ ധൈര്യം വന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. നാട്ടിൽ സമാധാനം വേണമെന്ന് നാട്ടുകാരും ഒക്കെ പറഞ്ഞ കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് എന്താണ് അധികമുള്ളത്? മെഡിക്കൽ സ്റ്റോറുകളും അതിൻ്റെ മെറ്റീരിയൽസുകളും കാര്യങ്ങളും രോഗികളൊക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു പഞ്ചായത്താണ് നമ്മൾ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ അതുമായിട്ട് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മളെ നിയമപരമായിട്ടുള്ള സബ് രജിസ്റ്റർ ഓഫീസ് പോലെയുള്ള എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ സമീപത്ത് എന്താണോ നമ്മുടെ പ്രദേശത്ത് വരുന്നത്, അവിടെ അതുമായിട്ട് ചുറ്റിപ്പറ്റിയ ആളുകളും സ്ഥാപനങ്ങളാണ് വരുന്നത് അല്ലേ. സ്കൂളെങ്കിൽ അങ്ങനെ, കോളേജെങ്കിൽ അങ്ങനെ, ഹോസ്പിറ്റലാണെങ്കിൽ. പക്ഷേ ഇവിടെ ബാറ് വന്നാൽ ആരാണ് അതിനെ ചുറ്റിപ്പറ്റി അവിടെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? മദ്യപാനികളാണ്. മദ്യപാനികൾ അവിടെ വരും, കുടിച്ചിട്ട് പുറത്തിറങ്ങും, അസഭ്യം പറയും, ആക്രമണം നടത്തും, മോഷണം നടത്തും, കൊലപാതകം വരെ നടത്തും. ഇതേപോലെ അടുത്തിരിക്കുന്ന പള്ളികളും മദ്രസകൾ, വീടുകളിലൊക്കെ വരാന്തയിൽ കിടന്ന് ഉറങ്ങും അല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ പ്രദേശത്ത് 10,000 അംഗങ്ങളെങ്കിലും ഉള്ള ആ ഒരു പ്രദേശത്ത് ആർക്കും താല്പര്യമില്ല അവിടെ ഒരു ബാർ വരുന്നതിൽ. അപ്പോൾ ബാർ അവിടെ നിന്ന് അടച്ചു പൂട്ടുന്നതുവരെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ളതാണ്, അനധികൃതമായി ലൈസൻസ് കരസ്ഥമാക്കിയ ബാർ അടച്ചു പൂട്ടുക തന്നെ ചെയ്യണം.